പാലക്കാട് 9ാം ക്ലാസ് വിദ്യാർത്ഥി ജീവനൊടുക്കിയതിൽ ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് സ്കൂളിനെതിരെ വിദ്യാഭ്യാസ വകുപ്പിന്റെ അന്വേഷണത്തിൽ ഗുരുതര കണ്ടെത്തൽ. മാർക്ക് കുറഞ്ഞാൽ തരം താഴ്ത്തുന്നതിന് സമ്മതമാണെന്നുള്ള കത്ത് നിർബന്ധപൂർവ്വം ഒപ്പിട്ടു വാങ്ങിയെന്ന് കണ്ടെത്തൽ. ആശിർ നന്ദയെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ഡിവിഷൻ മാറ്റിയിരുത്തി. ക്ലാസ് മാറ്റിയിരുത്തിയ ദിവസം തന്നെ ആശിർ നന്ദ ആത്മഹത്യ ചെയ്തെന്ന് അന്വേഷണ റിപ്പോർട്ട്. വിവരങ്ങളുമായി പാലക്കാട് നിന്നും അജിത് ബാബുവാണ് ചേരുന്നത്. അജിത്, കുടുംബം പറഞ്ഞ കാര്യങ്ങൾ, അതുപോലെ തന്നെ ആശിർ നന്ദയുടെ സഹപാഠികൾ അടക്കം പറഞ്ഞ കാര്യങ്ങളാണ്, അതുതന്നെയാണ് ഇപ്പോൾ അന്വേഷണത്തിലും കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തെല്ലാം കാര്യങ്ങളാണ് ഇക്കാര്യത്തിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ അന്വേഷണത്തിൽ കണ്ടെത്താൻ സാധിച്ചിരിക്കുന്നത്? തീർച്ചയായും അത് തന്നെയാണ്. അതായത് കുടുംബം പറഞ്ഞതും ഈ സഹപാഠികൾ പറഞ്ഞതുമായ കാര്യങ്ങൾ ശരിയാണെന്നുള്ളത് തന്നെയാണ് പ്രധാനമായും കണ്ടെത്തിയിരിക്കുന്നത്. രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും പറഞ്ഞത്. ഒന്ന്, ഈ മാർക്ക് കുറഞ്ഞാൽ 8ാം ക്ലാസ്സിൽ തന്നെ ഇരിക്കാമെന്ന് നിർബന്ധപൂർവ്വം ഇത്തരത്തിൽ ഒപ്പിട്ട് വാങ്ങി, അത് കത്തായി വാങ്ങി എന്നുള്ളതായിരുന്നു ഒരു ആരോപണമായി കുടുംബം പറഞ്ഞത്. അത് പൂർണ്ണമായും ശരിയാണെന്നുള്ളതാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് വിദ്യാഭ്യാസ വകുപ്പ്. അതുകൂടാതെ തന്നെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ഡിവിഷൻ മാറ്റി ആശിർ നന്ദയെ മറ്റൊരു ഡിവിഷനിലേക്ക് ഇരുത്തി. അത് മാനസികമായി ആശിർ നന്ദയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയെന്നും കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ പ്രധാനമായും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ക്ലാസ് മാറ്റിയിരുത്തിയത് ചട്ടവിരുദ്ധമാണെന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. ഈ റിപ്പോർട്ട്, അന്വേഷണ റിപ്പോർട്ട് ജില്ലാ കളക്ടർക്കും പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്കും കൈമാറിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇത് തുടർ നടപടികൾ ഉണ്ടാകുക. ഏതാണെങ്കിലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പാലക്കാട് DDE നടത്തിയ അന്വേഷണത്തിലും ഈ ഗുരുതര കണ്ടെത്തലുകൾ തന്നെയാണുള്ളത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി ഇക്കാര്യത്തിൽ തുടർ നടപടികൾ അടക്കമുണ്ടാകും. നേരത്തെ വകുപ്പ് ഇത്തരത്തിൽ അന്വേഷണം നടത്തി ഇക്കാര്യത്തിൽ കണ്ടെത്തലുകൾ നടത്തുകയും ഇക്കാര്യത്തിൽ നടപടി ഉണ്ടാകണമെന്ന് പോലീസിനോട് ഉൾപ്പെടെ പറയുകയും ചെയ്തിരുന്നു. പോലീസ് അന്വേഷണവും പുരോഗമിക്കുകയാണ്. പോലീസ് ഇന്നലെ തന്നെ ഈ കുടുംബത്തിന്റെ മൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് കൂടി കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ശരി അജിത്.